നമസ്കാരം, ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. എരഞ്ഞോളി ബോംബ് പൊട്ടിയിടം CPM കേന്ദ്രമെന്ന് പ്രദേശവാസിയായ യുവതി. ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തുപോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ. ഇവര് ഹബ്ബാണ് ഇവരുടെ. എവിടെയാണത്? അത് ഇതിന്റെ അടുത്തായിരുന്നു ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. ബോംബ് സ്ഫോടനത്തിൽ വാക്പോരിൽ മുങ്ങി നിയമസഭ. പഴയ ചരിത്രം നോക്കിയാൽ തുടക്കം അറിയാമെന്ന് മുഖ്യമന്ത്രി. കൊടങ്ങരയത്ത് രാഘവൻ ചെറിയൊരു ബാഗ് ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്ന ബാഗില്ലേ, ആ ബാഗിൽ ബോംബ് വിട്ട് വന്ന് അതിൽ നിന്ന് ബോംബെടുത്ത് എറിയായിരുന്നു. ബഹുമാനപ്പെട്ട അംഗത്തിന് അത് അറിയാതിരിക്കാൻ വഴിയില്ല. അവിടെ നിന്നാണല്ലോ തുടക്കം. സ്റ്റീൽ പാത്രം തുറന്നു നോക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകണമെന്ന് പരിഹസിച്ച VD സതീശൻ. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ബോംബ് നിർമ്മാണം CPM നേതാക്കളുടെ അറിവോടെയെന്ന് BJP. ക്രിമിനലുകളെ പോലീസിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്നു. ഈ സർക്കാരിന്റെ കാലത്ത് കേസുകളിൽപ്പെട്ട എല്ലാ ഗുണ്ടകളെയും പിടികൂടിയെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ശൈലിയും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന് വിമർശനം. നേതാക്കളുടെ പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി. ഭരണവിരുദ്ധ വികാരമുണ്ടായെന്നും സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. ഷാഫി പറമ്പലിന് താൽപര്യം രാഹുലിനെ. ചേലക്കരയിൽ രമ്യ ഹരിദാസ്, KA തുളസി എന്നിവർ പരിഗണനയിൽ. പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം സൾഫൈഡും അമോണിയയും തന്നെ. പുഴയിൽ വൻതോതിൽ രാസവസ്തുക്കൾ ഒഴുക്കി. ആശങ്കകൾ ശരിവെച്ച് കുഫോസിന്റെ റിപ്പോർട്ട്. പന്തീരങ്കാവ് കേസിൽ നിർണായകം ഇനി സർക്കാർ നിലപാട്. FIR റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജിയിൽ നിലപാട് തേടി ഹൈക്കോടതി. അന്വേഷണ സംഘത്തിന്റെ മറുപടിയോടെ കേസ് അവസാനിക്കുമെന്ന് പ്രതിഭാഗം. ചരിത്ര തീരുമാനം നടപ്പിലാക്കി നിയമസഭ. ഇനി കോളനി പ്രയോഗമില്ല. കോളനി എന്ന പദം പ്രയോഗിച്ച മന്ത്രി K രാജനെ തിരുത്തി ഡെപ്യൂട്ടി സ്പീക്കർ. തിരുത്തി വായിച്ചു മന്ത്രി. കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലം. അനസ്തേഷ്യ നൽകിയതിൽ പിഴവെന്ന് റിപ്പോർട്ട്. പ്രതികരിക്കാതെ ആശുപത്രി അധികൃതർ. മരിച്ചത് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ്. തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് പരാതി. SK ഹോസ്പിറ്റലിനെതിരെ ബന്ധുക്കൾ. മോഹൻലാൽ വീണ്ടും അമ്മയുടെ പ്രസിഡന്റ്. എതിരില്ലാതെ ജയം 3ാം തവണ. ഇടവേള ബാബുവിന് പകരക്കാരനെ കണ്ടെത്താൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി തന്നെ. തലശ്ശേരി എരിഞ്ഞോളിയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ കൊല്ലപ്പെട്ട പ്രദേശം CPMന്റെ കേന്ദ്രമാണെന്ന് പ്രദേശവാസിയായ യുവതിയുടെ പ്രതികരണം. CPMകാരുടെ ഹബ്ബാണ് ഇവിടം. പേടിച്ചിട്ടാണ് ആരും ഒന്നും പറയാത്തത്. നാളെ എന്റെ വീടിനും അവർ ബോംബെറിയുമായിരിക്കും. സഹി കെട്ടിട്ടാണ് ഇത് പറയുന്നതെന്നും സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച വേലായുധന്റെ അയൽവാസിയായ സീന പറഞ്ഞു. ജീവിക്കണം, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തുതരാം. ഇവിടെ എല്ലാവർക്കും അറിയാം, സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിന്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ ഈ വീട് വീട്ടാകും. ഈ വീടിന്റെ പറമ്പത്തിൽ നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അമ്മ എത്ര കാലം പിടിച്ചേക്കാൻ പറ്റും? എത്രയാലും പിടിച്ചേക്കാൻ പറ്റും. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ. ഞങ്ങളുടെ ജനിച്ചപ്പോ തന്നെ
ഈ ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു പാട്ടും? ഓ, ഇവര് ഹബ്ബാണ് ഇവരുടെ. എവിടെയാണത്? അത് ഇതിന്റെ അടുത്തായിരുന്നു ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. ആരുടെ? ഈ പാർട്ടിക്കാർ? ആ പാർട്ടിക്കാരുടെ ഹബ്ബാണ്. ഇനിയിപ്പോ ഇവര് പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോ ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇന്ന് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭയിലുണ്ടായത് ഭരണ പ്രതിപക്ഷ വാക്പോരായിരുന്നു. പഴയ ചരിത്രം പരിശോധിച്ചാൽ ബോംബിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടിയായി നൽകി. DCCയിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്നതുവരെ എത്തിയില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പാർട്ടി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് ഉണ്ടാക്കുകയല്ലേ എന്ന് പ്രതിപക്ഷ നേതാവും തിരിച്ചടിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തലശ്ശേരി എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സംഭവമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നത്. സണ്ണി ജോസഫാണ് നോട്ടീസിന് അവതരണ അനുമതി തേടി സംസാരിച്ചത്. CPMന്റെ നേതാക്കൾ അല്ലെങ്കിൽ CPIയുടെ പ്രവർത്തകർ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് ആരോപിച്ച് നേരത്തെ പാലൂരിലടക്കം നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സണ്ണി ജോസഫ് ഉന്നയിച്ചത്. എന്തുകൊണ്ട് CPM ഇക്കാര്യം ഗൌരവമായി എടുക്കുന്നില്ല? CPM സംസ്ഥാന സമിതി ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് കൂടി സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. നിങ്ങൾ ബോംബ് നിർമ്മാണം നിങ്ങൾ ആയുധമാക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു, കേസുകളിൽ നിന്ന് പ്രതികൾക്ക് രക്ഷ നൽകുന്നു, അതിന് പണം നൽകുന്നു, രക്തസാക്ഷികളെ നിങ്ങൾ പ്രഖ്യാപിച്ച് സൃഷ്ടിക്കുന്നു, അതിനെ ബഹുമതിയാക്കി മാറ്റുന്നു. അത് അവസാനിപ്പിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം. ബോംബ് നിർമ്മാണം തടയണം. യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പരിക്ക് പറ്റി മരണപ്പെട്ട വേലായുധന്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഈ കാര്യം ഏറ്റവും ഗൗരവമേറിയതാണ്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ആദ്യഘട്ടത്തിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പൂർണ്ണമായും ഇത്തരം സംഭവങ്ങളെ അപലപിച്ചു. നടക്കാൻ പാടുള്ള സംഭവമാണ് തലശ്ശേരിയിൽ ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു. നിരന്തരം ഇത്തരം സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്നതിൽ വിശദമായ പരിശോധന ഗൌരവത്തോടെ സർക്കാർ നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ സണ്ണി ജോസഫ് പൂർണ്ണമായും ഈ ആരോപണം CPIന് മേൽ CPM നേതാക്കളുടെ അറിവോടുകൂടിയാണ്, CPM നേതാക്കളുടെ ഒത്താശയോടുകൂടിയാണ് അവിടെ ബോംബ് നിർമ്മാണങ്ങൾ നടക്കുന്നുവെന്ന ആരോപണത്തിന് അതേ ഭാഷയിൽ മറുപടി നൽകി. ബോംബ് ചരിത്രം കണ്ണൂർ രാഷ്ട്രീയത്തിലെ ബോംബ് ചരിത്രം പറഞ്ഞുകൊണ്ട് അത് ഓർപ്പിച്ചുകൊണ്ട് ആരാണ് തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. മാത്രമല്ല DCC ഓഫീസിൽ വിവിധ തരത്തിലുള്ള ബോംബുകൾ പ്രദർശിപ്പിച്ചതും ഓർമ്മയില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടുന്നാണ് ബോംബിന്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ. അറിയില്ലേ? നിങ്ങൾക്കറിയില്ല, ഇപ്പൊ പറയുന്ന ആൾക്കറിയില്ല, പക്ഷെ നേരത്തെ സംസാരിച്ച ആൾക്കറിയാം. അത് പന്തക്കപ്പാറയിൽ ഓർമ്മയില്ലേ? കുളങ്ങരയത്ത് രാഘവൻ ചെറിയൊരു ബാഗ് ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്ന ബാഗില്ലേ, ആ ബാഗിൽ ബോംബ് വിട്ട് വന്ന് അതിൽ നിന്ന് ബോംബെടുത്ത് എറിയായിരുന്നു. ബഹുമാനപ്പെട്ട അംഗത്തിന് അത് അറിയാതിരിക്കാൻ വഴിയില്ലായിരുന്നു. അവിടെ നിന്നാണല്ലോ തുടക്കം. അതേവരെ കണ്ണൂർ ജില്ലയിൽ ഈ ബോംബ് എന്ന് പറയുന്നത് എന്താണെന്ന് സാധാരണഗതിയിൽ ആൾക്കറിയില്ലായിരുന്നു. പിന്നീടത് ഒരു ഘട്ടത്തിലല്ലേ അതെവിടം വരെ എത്തി? അവസാനം DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. തലശ്ശേരി സംഭവത്തിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിശോധനകൾ ഇപ്പോഴും അവിടെ ശക്തമായി തുടരുന്നു. ഇനിയും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന കാര്യത്തിൽ ഗൌരവതരമായ ഇടപെടൽ പരിശോധന ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കുടിൽ വ്യവസായം പോലെ കണ്ണൂരിൽ CPM ബോംബ് നിർമ്മാണത്തെ മാറ്റിയെന്ന് പരിഹസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. സ്വന്തം പാർട്ടിക്കാർക്ക് നേരെ പോലും എറിയാൻ ബോംബുണ്ടാക്കിയവരാണ് അവിടെയുള്ളവർ. CPMലെ ഗ്രൂപ്പ് പോലും ഇത്തരം ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നേരത്തെ RSSനെതിരെയാണ് ആക്രമണമെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ആർക്കെതിരെ ഇത് ഉണ്ടാക്കുന്നു? RSSുമായി CPM നേരത്തെ രഹസ്യ ചർച്ച തിരുവനന്തപുരത്ത് മാസ്കറ്റ് റോഡിൽ ചർച്ച നടത്തി സന്ധിയിലായതാണല്ലോ. ഇനി ഇപ്പോൾ പാവപ്പെട്ട ഞങ്ങൾക്ക് നേരെയാണോ ആക്രമണമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഈ സംഭവങ്ങൾ ബോംബ് രാഷ്ട്രീയം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് CPM നേതൃത്വത്തോട് മുഖ്യമന്ത്രിയോടും സഭയിൽ പറഞ്ഞു. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കിയ
ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? എത്ര പേരുടെ കയ്യും കാലും പോയി സാർ? നിരപരാധികളായ മനുഷ്യർ എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ? എല്ലാ സ്ഥലത്തും. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. ബോംബ് രാഷ്ട്രീയത്തെ CPM പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പോലീസ് അതിന് നടപടിയെടുക്കുന്നില്ലെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ക്രിമിനലുകളെ കേരള പോലീസിൽ വച്ച് പൊറുപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ക്രിമിനൽ വാസനകളുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് നടന്ന ഗുണ്ടാ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 32 പേരെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. 212 ഗുണ്ടാ ആക്രമണ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആക്രമണങ്ങളിൽ 226 പേർക്ക് പരിക്കേറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ AP അനിൽകുമാറിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണിത്. എല്ലാ കേസുകളിലും പ്രതികളെ പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതി ശിക്ഷിച്ചത് 28 പ്രതികളെയെന്നും രേഖ. 2016 മെയ് 20 മുതൽ 2024 ജൂൺ 3 വരെയുള്ള കണക്കാണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകൾ CPM-ൽ തുടരുന്നു. നേതാക്കളുടെ പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ട് സംസ്ഥാന സമിതി ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരവും പരാജയത്തിന്റെ കാരണങ്ങളാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുതിരുത്തൽ മാർഗരേഖയും ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിശദമായ ചർച്ചയാണ് CPM സംസ്ഥാന സമിതിയിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങളും എങ്ങനെ തിരിച്ചടി മറികടക്കാം എന്നതിനെ പറ്റിയുമാണ് ചർച്ച. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയും പരാജയ കാരണമായെന്ന ഗുരുതരമായ വിമർശനം CPM സംസ്ഥാന സമിതിയിലുണ്ടായി. നേരത്തെയൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ സമീപകാല CPM-ന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്തതാണ്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയും കാരണമായെന്ന വിമർശനം നേതാക്കൾ ഉന്നയിച്ചു. കണ്ണൂരിൽ നിന്നുള്ള പ്രതികളടക്കം ഇത്തരം വിമർശനം ഉന്നയിച്ചതായാണ് സൂചന. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടായിരുന്നു. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലുമുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമുദായം അടക്കം പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ഇത്ര വലിയ തിരിച്ചടി പാർട്ടി കോട്ടകളിൽ പോലും ഉണ്ടാകാൻ കാരണം അതെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. കേഡർ വോട്ടുകളിൽ പോലും ചോർച്ചയുണ്ടായി. പലയിടത്തും കേഡർമാർ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു. വോട്ട് ചെയ്തവർ തന്നെ പലയിടത്തും UDF-നോ അല്ലെങ്കിൽ BJP-ക്കോ ഒക്കെ ചെയ്തെന്ന വിമർശനവും CPM-ന്റെ സംസ്ഥാന സമിതിയിലും അത്തരം വിലയിരുത്തലുകളും വിമർശനപ്പുറത്തേക്ക് വിലയിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനത്തിൽ കൂടുതൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ഏകപക്ഷീയമായ വിമർശനമായതിന് പകരം എല്ലാ കാരണങ്ങളും ചർച്ച ചെയ്യുന്നതിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയും പരാജയത്തിന് കാരണമായെന്ന വിമർശനമാണ് പൊതുവിൽ സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. സംസ്ഥാന സമിതിയിൽ ഇന്നും നാളെയും ചർച്ച തുടരും. തെറ്റുതിരുത്തലിന് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി ഒരു മാർഗരേഖ സംസ്ഥാന സമിതിക്ക് മുമ്പാകെ വയ്ക്കും. അതിൽ സംസ്ഥാന സമിതി കൂടി അഭിപ്രായം കേട്ട ശേഷമാകും തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അന്തിമ അനുമതി ഇനി അടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകുക. എല്ലാ പരാജയത്തിന്റെ എല്ലാ കാരണങ്ങളും ഇഴകീറി പരിശോധിക്കുന്ന ഒരു ചർച്ച ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മോദി സർക്കാരിനെതിരായ ജനവികാരം അത് UDF അനുകൂലമായി മാറി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്തെ പാർട്ടിക്കെതിരായ വികാരവും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന വിലയിരുത്തലിലേക്കാണ് CPM കടക്കുന്നത്. ഉൾപാർട്ടി ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPI എന്ന് ബിനോയ് വിശ്വം. ഏത് ഘടകങ്ങളിലും പാർട്ടിക്ക് ചർച്ചകൾ നടത്താം. ചർച്ചകൾ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് നല്ലതല്ല. അവർ ഒറ്റുകാരാണ്. സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കുന്നത് പോലെ മ്ലേച്ഛമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശൈലിയല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒന്നുകിൽ അവർ വെറും പൊങ്ങച്ചത്തിന് വേണ്ടി എന്നെ മറ്റേ മാധ്യമക്കാരെ വിളിച്ചു, അത് നാളെ എന്നെ വിളിക്കണം, അതുകൊണ്ട് അവൻ്റെ വിധിക്ക് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. വളരെ വില കുറഞ്ഞ പൊങ്ങച്ചമാണ്. അല്ലെങ്കിൽ അവർ ഒറ്റുകാരായിരുന്നു. സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത ഒറ്റുകാർ. അതുമല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഈ നദികെട്ട പ്രവൃത്തി നടത്തുന്നതായിരിക്കും. ഇത് മൂന്നേ സാധ്യതയുള്ളൂ. അത് മൂന്നായാലും സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കും പോലെ അത് മ്ലേച്ഛമാണ്, അപഹാസ്യമാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ഒരിക്കലും മാനിക്കുകയില്ല. പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീതിബോധം പറയുന്നത് അമ്മയെപ്പോലെ പാർട്ടിയെ സ്നേഹിക്കണം, പാർട്ടിയെ ബഹുമാനിക്കണം, പാർട്ടിയെ കാണണമെന്നാണ്. അതറിയാത്തവർ ഇത് ചെയ്യുന്നു. അവരെപ്പറ്റി നിങ്ങൾക്ക് പുച്ഛമുണ്ട്, പുച്ഛം ഞങ്ങൾക്കുമുണ്ട്. അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയല്ല ഈ പാർട്ടി. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഷാഫി പറമ്പിലിന് താൽപര്യം. ഷാഫിയുടെ അഭിപ്രായത്തിന് കോൺഗ്രസ് വഴങ്ങുമെന്നാണ് സൂചന. ചേലക്കരയിൽ രമ്യ ഹരിദാസ്, കെ എ തുളസി എന്നിവരാണ് പരിഗണനയിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണനയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു നിലപാടാണ് ഷാഫി പറമ്പിൽ MP സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രഥമ പരിഗണന രാഹുൽ മാങ്കൂട്ടത്തിന് നൽകണം എന്നുള്ളൊരു നിലപാടാണുള്ളത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനും എതിർപ്പില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും VT ബൽറാമിനെ പോലെ കുറച്ചുകൂടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നാവശ്യപ്പെടുന്നവരും കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ ഈ പ്രധാനമായും പാലക്കാട് പോലുള്ള സ്ഥലത്തിൽ CPM-ൽ നിന്ന് ഒരു വോട്ട് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ CPM ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ ജയിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ VT ബൽറാമിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ AKG വിരുദ്ധ പരാമർശം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് CPM-ൽ നിന്ന് അത്തരത്തിൽ ഒരു സഹായം അല്ലെങ്കിൽ അത്തരത്തിലൊരു വോട്ട് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ പാലക്കാട് എത്തുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് കാര്യങ്ങൾ. ഇനി കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇനിയൊരു മാറ്റം വേണോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൂടി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് നേതൃത്വം അങ്ങനൊരു ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു മാറ്റം ഉണ്ടാവുക. അതുവരെ നിലവിലെ സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് തന്നെയാണ് സജീവ പരിഗണനയിലുള്ളത്. ഒപ്പം തന്നെ BJP ഇതുവരെയും ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വേണം എന്നുള്ള നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജില്ലാ നേതൃത്വത്തിന് ഉൾപ്പെടെ അദ്ദേഹത്തോട് വലിയ താല്പര്യം ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഈ ശ്രീധരനെയൊക്കെ പോലെ ഒരു ജനസ്വാധീനമുള്ള ജനങ്ങളെ അറിയുന്ന ഒരു ആളെ സ്ഥാനാർത്ഥിയാക്കണം. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉപയോഗിച്ചുകൊണ്ട് നേടിയ ആ ഒരു മുന്നേറ്റം അത് പാലക്കാട് നടത്തണമെങ്കിൽ പാലക്കാടിന് പുറത്തുനിന്ന് അത്യാവശ്യം സ്വാധീനമുള്ള ഒരാൾ, സെലിബ്രിറ്റി സിനിമ മേഖലയിലുള്ള ആളുകളോ അങ്ങനെയുള്ളൊരു സാധ്യതയിലേക്ക് പോകുന്നത്. ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അന്തിമമായ ഒരു തീരുമാനം എന്തായാലും BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. എങ്കിൽ പോലും സാധ്യതയുള്ള ആളുകളിൽ നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. K സുരേന്ദ്രന്റെ പേര് പോലും ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ LDF-ലേക്ക് കടക്കുകയാണെങ്കിൽ LDF-ൽ ആരാ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ പ്രമോദായിരുന്നു ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെയാണ് CPM-ൽ നിന്ന് വലിയ തോതിലുള്ള വോട്ട് ഷാഫി പറമ്പലിന് ലഭിച്ചതാണ് യഥാർത്ഥത്തിൽ BJP-ക്ക് തിരിച്ചടിയായത്. എന്തായാലും CPM അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന് ചേലക്കരയാണ്. ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. രമ്യ ഹരിദാസ് മത്സരിക്കണം എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ പാലക്കാട് DCC ഉൾപ്പെടെ രമ്യക്കെതിരെ തിരിഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. ആലത്തൂരിൽ കഴിഞ്ഞ 5 വർഷക്കാലം രമ്യയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ നേതൃത്വത്തിന് വലിയൊരു താല്പര്യമില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രമ്യയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. മറ്റൊന്ന് തുളസിയാണ്. തുളസിയുടെ പേര് സജീവ പരിഗണനയിൽ ഉള്ളതാണ് ചേലക്കരയിൽ. കാരണം VK ശ്രീകണ്ഠന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ MP ആയതുകൊണ്ട് തന്നെ ചേലക്കരയിൽ നിലവിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ തുളസിയെ കൂടെ അവിടെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി എന്തായാലും ഒരു പുനരാലോചന എന്തായാലും നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. ഒപ്പം തന്നെ അവിടെ LDF-ൽ ആര് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും AK ബാലന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രദീപിന്റെ പേര് സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രദീപിന് വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അവിടെ കഴിഞ്ഞതാണ്. രാധാകൃഷ്ണൻ വരുന്നതിന്റെ തൊട്ട് മുമ്പ് പ്രദീപായിരുന്നു അവിടെ MLA. പ്രദീപിനോട് പൊതുവെ സാധ്യതയുള്ളതും പ്രദീപിന് വലിയ സ്വാധീനമുള്ളതുമായ ഒരു സ്ഥലം കൂടിയാണ് ചേലക്കര. അങ്ങനെ വരികയാണ് പ്രദീപിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. BJP-യിൽ നിന്ന് അതുപോലെ തന്നെ വീണ്ടും സരസുവിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം നേതൃത്വം അംഗീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ BJP രാഷ്ട്രീയ പോരാട്ടം നടത്തുമെന്ന് K സുരേന്ദ്രൻ. പാലക്കാടേക്കും വട്ടിയൂർക്കാവിലേക്കും K മുരളീധരനെ സ്വാഗതം ചെയ്യുന്നുവെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, BJP ആണല്ലോ അവിടെ ശരിയായ നിലയിൽ മത്സരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇവർ വെറുതെ ഒരു ഷേഡോ ഫൈറ്റാണ് നടത്തുന്നത് എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമല്ലേ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നല്ല മത്സരം ഉണ്ടാവും, നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് ഞങ്ങൾ നടത്തും.
INDA മുന്നണിക്കെതിരായി NDA നടത്തുന്ന രാഷ്ട്രീയ മത്സരം ശക്തമായിട്ട് ഞങ്ങൾ കാഴ്ചവെക്കും. അല്ല, അത് പാർട്ടി പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും. പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുരളീധരനെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അത്ഭുതങ്ങൾ കാഴ്ചവെക്കുമെന്ന് പറയുകയും ചെയ്ത ഒരാളാണല്ലോ. അപ്പം അദ്ദേഹം ഇല്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. വട്ടിയൂർക്കാവിലേക്ക് ഞാൻ വളരെയധികം 2 കൊല്ലം മുമ്പേ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. രാഹുലിനും പ്രിയങ്കയ്ക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാമെന്ന് ബിനോയ് വിശ്വം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. BJPക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യയിൽ മത്സരിക്കണോ, BJP ഒരിക്കലും ജയിക്കാത്ത വയനാട് തെരഞ്ഞെടുക്കണോ എന്നും രാഹുലിനെ മൂക്കിന്റെ അപ്പുറം കാണാത്ത കേരളത്തിലെ കോൺഗ്രസുകാർ നിർബന്ധിച്ച് വയനാട് മത്സരിപ്പിച്ചതാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അന്നും ഇന്നും വിമർശിക്കുന്നില്ല. രാഹുൽ ഗാന്ധി മൂക്കിനപ്പുറം കാണാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മർദ്ദപ്രകാരം വയനാട്ടിലേക്ക് വന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. ഈ രാഷ്ട്രീയ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകും. ഞാൻ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിക്ക് ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കെൽപ്പുണ്ട്, രാഷ്ട്രീയമായ ധാരണയുണ്ട്, ആശയ വ്യക്തതയുണ്ട്. ആ രാഹുൽ ഗാന്ധിയെ ദൂരക്കാഴ്ചയില്ലാത്ത രാഷ്ട്രീയ കൈയാളി ശീലിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിച്ച് വയനാട്ടിൽ കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധി ജയിച്ചു. ആ വിജയത്തിൻ്റെ 2ാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി രാജിവെച്ചു. ഇതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പദ്ധതിയെങ്കിൽ ഈ പദ്ധതിയുടെ ശില്പികൾക്ക്, കാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു പൊളിറ്റിക്കൽ എന്താ പറയേണ്ട വാക്ക്, ആ വാക്ക് എന്താണോ ആ വാക്ക്, അതിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലൊരു വലിയ മനുഷ്യനെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലായിരുന്നു. അവർ കൊണ്ടുവന്നു. എന്തായാലും അവർ രാജിവെപ്പിച്ചു. വീണ്ടും ലക്ഷം വരുന്നു. ഞങ്ങൾ മത്സരിക്കും. രാഹുൽ ഗാന്ധിയുടെ 54ാം ജന്മദിനം ആഘോഷിച്ച കോൺഗ്രസ്. ACC ആസ്ഥാനത്ത് രാഹുലിന്റെ ജന്മദിനം നേതാക്കളും പ്രവർത്തകരും ആഘോഷമാക്കി. കേക്ക് മുറിച്ചാണ് പിറന്നാൾ മധുരം പങ്കുവച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ACC ആസ്ഥാനത്ത് ജന്മദിന ആഘോഷങ്ങൾക്കെത്തി. മുഖ്യമന്ത്രിമാരായ NK സ്റ്റാലിൻ, A രേവന്ത് റെഡ്ഡി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അടക്കം നിരവധി നേതാക്കളും രാഹുലിന് ജന്മദിന ആശംസകൾ നേർന്നു. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലും രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചു. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. പെരിയാർ മത്സ്യക്കുരുതിയിൽ പ്രധാന വില്ലനായത് സൾഫൈഡ് തന്നെ. അമോണിയയുടെ വലിയ സാന്നിധ്യവും ശരിവെച്ച് കുഫോസിന്റെ അന്തിമ പഠന റിപ്പോർട്ട്. ഈ 2 രാസവസ്തുക്കൾ ധാരാളമായി എത്തിയതാണ് കാരണം. പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തൽ ശരിവെക്കുന്നതാണ് കുഫോസിന്റെ അന്തിമ റിപ്പോർട്ട്. രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കിട്ടിയില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് ഒത്തുതീർപ്പായെന്ന് പ്രതി രാഹുൽ ഹൈക്കോടതിയിൽ. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള രാഹുലിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി നിലപാട് തേടി. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പരാതിക്കാരിയുടെ സത്യവാങ്മൂലം പരിഗണിച്ച് തനിക്കെതിരായ ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പായതിനാൽ കേസിലെ FIR റദ്ദാക്കണമെന്നും ഹർജി പരിഗണിക്കവേ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. പരാതിക്കാരിയുടെ സത്യവാങ്മൂലവും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി. സർക്കാർ, പന്തീരങ്കാവ് SHO, പരാതിക്കാരി എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. താനും പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറുകയും ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. അതേസമയം അന്വേഷണ സംഘം മറുപടി നൽകാൻ 5 ആഴ്ച സമയം ചോദിച്ചിട്ടുണ്ട്. പന്തീരങ്കാവ് പോലീസിന് നോട്ടീസ് ലഭിച്ച ശേഷം പോലീസ് വീണ്ടും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണ സംഘം മറുപടി കോടതിയെ അറിയിക്കുന്നതോടെ കേസ് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം ബക്സാൻ പ്രതികരിച്ചു. കേസ് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചു. കേസ് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് പന്തീരങ്കാവ് പോലീസിലേക്ക് ഇൻസ്ട്രക്ഷൻ നോട്ടീസ് അയക്കുകയും ആയത് 6/8 കേസ് വെച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് 307 ഉണ്ടെന്നും ആയതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ സമയം വേണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് 6/8 വെച്ചിട്ടുള്ളത്. 2024 മെയ് 30 പരാതിക്കാരി എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ അഫിഡവിറ്റും വക്കാലത്തും നൽകിയിരുന്നു. ആ ഡോക്യുമെന്റ് പ്രകാരമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഞാൻ കോഷ് ചെയ്യാൻ നൽകിയിട്ടുള്ളത്.
വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് രാഹുലിനെതിരെ ഗാർഹിക പീഡന പരാതി നൽകിയതെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പരാതിക്കാരി പുറത്തുവിട്ടിരുന്നു. എന്നാൽ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പരാതിക്കാരി മൊഴി മാറ്റിയതെന്നായിരുന്നു വീട്ടുകാരുടെ ആരോപണം. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ വീട്ടുകാർക്കൊപ്പം പോകാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച യുവതി ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന് റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകിയതിൽ വന്ന പിഴവാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന. ഈ മാസം ആദ്യമാണ് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിച്ചത്. ഈ മാസം 2-ാം തീയതിയായിരുന്നു സംഭവം. വായിലെ മുറിവിന് ചികിത്സ തേടിയെത്തിയ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടിയുടെ മരണവും സംഭവിച്ചു. ചികിത്സാ പിഴവാണെന്ന ആരോപണം ബന്ധുക്കൾ അന്നേ ഉന്നയിച്ചിരുന്നുവെങ്കിലും ആശുപത്രി അധികൃതർ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ വയറ്റിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നെന്നും ശസ്ത്രക്രിയയ്ക്ക് മുൻപേ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നിയമപരമായി മുന്നോട്ടു പോകാനാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ തീരുമാനം. ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ. അതാണ് അവരെ ഇതിൽ നിന്ന് മനസ്സിലാക്കണത്. ഇത്രയും ദിവസമായിട്ട് അവര് ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട് അവർ ആശ്വാസം തരണ്ടേ, അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊണ്ടോട്ടി ഡിവൈഎസ്പിയാണ് ഇനി അന്വേഷിക്കുക. പോലീസ് അന്വേഷണമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് വേണ്ടതെന്നും കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നു. ഇനി നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോവാം. അതേപോലെ ഇപ്പോൾ അന്വേഷണം ഡിവൈഎസ്പി കൊടുത്തിരുന്നു. അത് ക്രൈംബ്രാഞ്ചിക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതും കൂടി നോക്കണം. എന്താ വെച്ചാൽ ഇതൊന്നും കൂടി എന്താ വെച്ചാൽ മറ്റൊരാൾക്ക് ഇനി നമ്മളെ കുട്ടി ഏതായാലും നഷ്ടപ്പെട്ടു പോയി. ഇനിയൊരു വേറൊരാൾക്ക് ഇതേപോലെ ഒന്നും സംഭവിക്കരുത്. അത് ഹോസ്പിറ്റലുകാരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലുകാർ വിശ്വസിച്ച് കൊണ്ടുപോകണതാണ്. അപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് അനാസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനാസ്ഥയാണ് ഞങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രി അധികൃതർ. ന്യൂസ് 18 മലപ്പുറം. കുവൈറ്റ് ദുരന്ത സമയത്ത് ആരോഗ്യമന്ത്രിയുടെ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം അറിയിച്ച് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. അനുമതി നിഷേധിച്ചത് അതീവ നിർഭാഗ്യകരമെന്നാണ് കത്തിലുള്ളത്. ആരോഗ്യമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചുവെങ്കിലും അനുമതി ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് അനുമതി നിഷേധിച്ചത് തെറ്റായ നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. അഗ്നിബാധയെക്കുറിച്ച് അറിഞ്ഞയുടൻ കേരള സർക്കാർ പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് ആരോഗ്യമന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമായില്ല. പ്രതിപക്ഷ നേതാവിൻ്റേതുൾപ്പെടെ കേരളത്തിൻ്റെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഏകോപിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഫലപ്രദമായി കൈകോർത്തു. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വിദേശത്തേക്ക് കുവൈറ്റിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കുകയുണ്ടായി. ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ അവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധിയും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയും നമ്മുടെ പ്രവാസി സംഘടനകളും എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി അങ്ങോട്ട് പോകാൻ അനുമതി ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചത് തീർച്ചയായും തെറ്റായ ഒരു നടപടിയാണ്. ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വയ്യാത്ത ഒരു നടപടിയാണ്. അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനുള്ള ശക്തമായ പ്രതിഷേധം കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കുവൈറ്റ് തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ മരിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമെന്നും മുഖ്യമന്ത്രി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ സർക്കാർ നൽകും. പരിക്കേറ്റവർക്കും സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അങ്ങ് പറഞ്ഞതുപോലെ 5 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപയുടെ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സഹായഹസ്തവുമായി എത്തിയ വ്യവസായികളെയും വ്യക്തികളെയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. നികത്താനാകാത്ത ഈ നഷ്ടത്തിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാടിനാകെയും ഉണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. കുടുംബാംഗങ്ങളെ
അഗാധമായ ദുഃഖം അറിയിക്കുകയും ചെയ്യുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നിയമസഭയിൽ കോളനി എന്ന പദം പ്രയോഗിച്ച മന്ത്രി കെ രാജനെ തിരുത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പദം പിൻവലിക്കുന്നതിന് മുൻപ് തയ്യാറാക്കിയതാണ് താൻ വായിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ മന്ത്രിയോട് പറഞ്ഞു. മന്ത്രിയെ പിന്നീട് തിരുത്തി നഗരെന്നാക്കി വായിച്ചു. ഇവിടെ അംഗം സൂചിപ്പിച്ചതുപോലെ ഒരങ്കോക്കുന്ന്, തലയാട്, മണ്ടോപ്പാറ എന്നീ കോളനികളിലായി താമസിച്ചു വരുന്ന കോളനി എന്ന പദം ഒഴിവാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഞാനത് അതിന് മുമ്പ് തയ്യാറാക്കിയത് സാർ. ഞാനത് അല്ല, ആ ഒരങ്കോക്കുന്ന്, തലയോട്, മണ്ടോപ്പാറ നഗറുകളിൽ താമസിക്കുന്ന 54 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കണമെന്ന ബഹു അംഗം ഉന്നയിച്ച വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ സർക്കാർ കാണുന്നു. മലപ്പുറത്ത് ബലിപെരുന്നാളിനെയും മുസ്ലിങ്ങളെയും അവഹേളിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റിട്ട CPM പുതുപ്പാടി ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി. മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ PK ഷൈജലിനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുസ്ലിം ലീഗ് നേതാവ് ഷംസീറിന്റെ പെരുന്നാൾ ആശംസകളുടെ കമന്റായാണ് ഷൈജൽ വിവാദ പരാമർശം നടത്തിയത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ ഗ്രൂപ്പ് അഡ്മിൻ പോസ്റ്റ് നീക്കം ചെയ്തിരുന്നു. സംഭവത്തിൽ ഷൈജൽ ഖേദം പ്രകടിപ്പിച്ചു. ഷൈജലിനെതിരെ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി നടൻ മോഹൻലാലിനെ വീണ്ടും തെരഞ്ഞെടുത്തു. എതിരില്ലാതെയാണ് മോഹൻലാലിന്റെ വിജയം. ഇത് 3ാം തവണയാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റാകുന്നത്. അതേസമയം ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കും. 1/4 നൂറ്റാണ്ടായി അമ്മയുടെ വിവിധ ഔദ്യോഗിക പദവികൾ തുടരുന്ന ഇടവേള ബാബു ജനറൽ സെക്രട്ടറി പദവി ഒഴിഞ്ഞതോടെയാണ് ആ സ്ഥാനത്തേക്ക് മത്സരമുണ്ടായത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ളയും മത്സരിക്കും. ജൂൺ 30 നടക്കുന്ന സംഘടനയുടെ വാർഷിക പൊതുയോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തും. പൂവച്ചൽ ഖാദർ മാധ്യമ പുരസ്കാരം ന്യൂസ് 18. മികച്ച ക്രൈം റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം VV വിനോദിന്. ഈ മാസം 21 നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. വീണ്ടും ഇടവേള. 3 വർഷം മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിച്ച മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് രംഗത്ത്. കാലുവഴുതി വീണാണ് കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ 10ാമത്തെ നിലയിൽ നിന്ന് ഐറിൻ റോ എന്ന 18-കാരി മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ ഐറിന്റെ മരണത്തിൽ തന്റെ ബന്ധുവായ പെൺകുട്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അച്ഛൻ റോയ്. 2021 ഓഗസ്റ്റിലാണ് ചാലക്കുടി സ്വദേശി റോയിയുടെ മകൾ ഐറിൻ റോയ് എറണാകുളത്തെ ശാന്തി തൊട്ടേക്കാട്ട് എസ്റ്റേറ്റ് എന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും വീണു മരിച്ചത്. ഫ്ളാറ്റിന്റെ 10ാം നിലയിലെ ടെറസിൽ സഹോദരനോടൊപ്പം നടക്കുന്നതിനിടെ കാലുവഴുതി വീണെന്നായിരുന്നു നിഗമനം. എന്നാൽ തന്റെ ബന്ധുവായ പെൺകുട്ടിയുമായുള്ള പിടിവലിയെ തുടർന്നാണ് ഐറിൻ മരിച്ചതെന്നാരോപിച്ച് പിതാവ് റോയ് യൂക്കൻ രംഗത്തെത്തി. വിഷയത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റോയ് പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ സംശയിക്കുന്ന മെയിൻ പ്രതിയെ ഇന്നേ വരെ ഒരു ചോദ്യം ചെയ്തിട്ടില്ല. അതുമല്ല, ഞാൻ ഈ റീഇൻവെസ്റ്റിഗേഷന് കൊടുത്ത വഴി പുള്ളിക്കാരത്തി വിദേശത്തേക്ക് രക്ഷപ്പെട്ടു. അത് രക്ഷപ്പെടാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തത് അന്ന് ഈ കേസ് അന്വേഷിക്കുന്ന 2 SIമാരാണ് അതിന്റെ പുറകെ കളിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ഒളിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ആദ്യമേ സംശയം വരാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന ക്യാമറകൾ മാറ്റി. പിന്നെ ഈ കൊച്ചിനെ കൊണ്ടുപോയി ഇവിടുന്ന് വീണിട്ട് പോലും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം അവർ തൊട്ടടുത്ത് കിടക്കുന്ന മെഡിക്കൽ ലിസ്റ്റിൽ എത്തിച്ചത്. അതിനിടയ്ക്ക് ഒരു അന്വേഷണം വഴിവെച്ച് വേറെ വഴിക്ക് വിടാനൊക്കെ മാറ്റി നോക്കിയവർ. ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംതിങ് ഇതിനകത്ത് ഉണ്ട്, എൻ്റെ പുറകിലുണ്ട്. സംഭവ ദിവസം ഐറിനും സഹോദരൻ അലനും ബന്ധുവായ പെൺകുട്ടിയും ചേർന്ന് ഫ്ളാറ്റിന് മുകളിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം. ഈ സമയത്തുണ്ടായ തർക്കത്തിനിടെയാണ് ഐറിൻ വീഴുന്നത്. ഐറിന്റെ മരണശേഷം ആരോപണ വിധേയരായ ബന്ധുക്കളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നുവെന്നും റോയ് ആരോപിക്കുന്നു. ഉയർന്ന ശമ്പളമുള്ള ജോലിയുണ്ടായിരുന്നിട്ടും പെൺകുട്ടി വളരെ പെട്ടെന്ന് വിദേശത്തേക്ക് പഠനത്തിന് പോയതിൽ റോയ് ദുരൂഹത ആരോപിക്കുന്നു. ബന്ധുവിന്റെ വീട്ടിലെ ചുമരിൽ തൂക്കാൻ ഐറിന്റെ ചിത്രവുമായി ചെന്നപ്പോൾ പെൺകുട്ടി അതിശക്തമായി എതിർത്തതും ദുരൂഹതയുണ്ടാക്കുന്നു. നിലവിൽ വിദേശത്തുള്ള റോയ് ഇമെയിൽ വഴിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ആലുവയിൽ 1 കോടി രൂപ വില വരുന്ന MDMA പിടികൂടിയ കേസിലെ പ്രതി സർമീൻ അക്തർ NCBയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളയാളാണ്. ലഹരിക്കടത്ത് സംശയിച്ച് ഇവരെ മുൻപ് 2 തവണ NCB ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ലഹരി വാങ്ങാനെത്തിയ യുവാവും അറസ്റ്റിലായി. വൈകിട്ട് 5 മണിയോടെയാണ് ദില്ലിയിൽ നിന്നും വന്ന കേരള എക്സ്പ്രസിൽ മയക്കുമരുന്നുമായി യുവതി എത്തിയത്. റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തെ തുടർന്ന്
ആലുവ പോലീസ് പ്രത്യേക സംഘമാണ് ഇവരെ കണ്ടെത്തിയത്. വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ബംഗളൂരു മുനീശ്വര നഗർ സ്വദേശിനിയായ സർമിൻ ലഹരിക്കടത്തിൽ ബംഗളൂരിലെ മുഖ്യ കണ്ണിയാണ്. ലഹരിക്കടത്ത് സംശയിച്ചവരെ മുൻപ് 2 തവണ NCB ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാനെത്തിയ യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ആലുവ CI മഞ്ജുദാസ്, SI ശ്രീലാൽ, SI നന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു MDMA പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. +1 പ്രവേശനം ജൂൺ മാസം പൂർത്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ. ജൂൺ 24-ന് ക്ലാസുകൾ ആരംഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കും. സ്കൂളുകളിൽ AI സാങ്കേതികവിദ്യ സൌഹൃദ ക്ലാസുകൾ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യ അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം നമുക്ക് ജൂൺ മാസം 21-ന് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ജൂൺ മാസം 24-ാം തീയതി ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം സമയബന്ധമായി തന്നെ പോവുകയാണ് സാർ. പ്രഖ്യാപിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. സ്കൂൾ പ്രവൃത്തി ദിനം 220 വർദ്ധിപ്പിച്ചതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഹർജിക്കാർ. 220 ദിവസം പ്രവൃത്തി ദിനമാക്കിയ സർക്കാർ തീരുമാനം തങ്ങളടക്കമുള്ള തീരുമാനം ബാധിക്കുന്ന കക്ഷികളെ കേൾക്കാതെയാണെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ഡയറക്ടർ, ഹർജിക്കാരായ മൂവാറ്റുപുഴ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. കണ്ണൂർ കളക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത പ്രവർത്തകർ വാഹനത്തിൽ കയറാതെ പ്രതിഷേധിച്ചു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുക, കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി സിലബസ് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും വഴിയിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ് പറഞ്ഞു. താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായ കാക്കനാട് DLF ഫ്ളാറ്റിൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് താമസക്കാർ. നേരത്തെ ഈകോളി ബാക്ടീരിയ സ്ഥിരീകരിച്ച വിവരം ഫ്ളാറ്റിലുള്ളവരോട് അസോസിയേഷൻ പറഞ്ഞില്ലെന്നും താമസക്കാർ ആരോപിക്കുന്നു. അതേസമയം സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് വൈകുകയാണ്. ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് രോഗം പടർന്നതെന്നും കണ്ടെത്തേണ്ടതുണ്ട്. കാക്കനാട് DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് വയറിളക്കവും ഛർദിലും പിടിപെട്ട സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധനാ ഫലം ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഇവിടെ നിന്നുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും ജലം ശേഖരിച്ചതിന് ശേഷം പരിശോധനയ്ക്കായി ലാബുകളിലേക്ക് കൊണ്ടുപോയത്. 2 ദിവസം കൂടി എടുക്കും ഈ ഒരു റിസൾട്ട് കിട്ടാനെന്നാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ 400-ലധികം പേരാണ് വിവിധ ആശുപത്രികളിലും വീടുകളിലുമായി സമാനമായിട്ടുള്ള രോഗലക്ഷണവുമായി ചികിത്സ തേടിയിരിക്കുന്നത്. ഈ DLF ഫ്ളാറ്റിലേക്ക് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത് ടാങ്കർ വഴിയാണ്. ഇവിടെയുള്ള ജലസ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഡബിൾ ക്ലോറിനേഷൻ അടക്കം നടത്തിയെങ്കിൽ പോലും ഇവിടെ താമസിക്കുന്നവർക്ക് അതിൽ നിന്നും വെള്ളം ഉപയോഗിക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകരം സർക്കാർ തന്നെ ഇവിടേക്ക് കുടിവെള്ളം വിതരണം ചെയ്യും. ടാങ്കറുകളിലാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നതും അതും കൃത്യമായിട്ടുള്ള ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ള വെള്ളം തന്നെയാണ് ഇവിടേക്കും എത്തിക്കുന്നത്. വെള്ളം ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ആരോഗ്യ വകുപ്പ് ഇവിടെ എത്തി ഫ്ളാറ്റിലെ ഓരോ അന്തേവാസികളെയും കണ്ട് വിവരം അറിയിച്ചിട്ടുണ്ട്. 25ഓളം കുട്ടികളും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പക്ഷേ അപകടകരമായിട്ടുള്ള ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് വലിയൊരു ആശ്വാസവും. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലാണ് ഈ DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് ഓരോരുത്തർക്കുമായി ഇത്തരത്തിൽ പനിയും ഛർദിലും വയറിളക്കവും ഒക്കെ അനുഭവപ്പെടുന്നത്. ആദ്യം അസ്വാഭാവികമായ ഒന്നും തോന്നിയില്ല എങ്കിലും പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഈ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പിന്നീടുള്ള പരിശോധനയിലാണ് ഈ അന്തേവാസി തന്നെ ഒരു വ്യക്തി ഈ ലാബിൽ ഈ വെള്ളം കൊണ്ടുപോയി നടത്തിയ പരിശോധനയിലാണ് ഈകോളൈൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പക്ഷേ ഇത് അസോസിയേഷനെ അറിയിച്ചുവെങ്കിലും അവർ കൃത്യമായൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള പരാതി കൂടി നാട്ടുകാർ ഈ താമസിക്കുന്നവർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ആരാണോ
ഇപ്പോൾ നൽകിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ ലഭിക്കുന്ന കുടിവെള്ളം ഇവിടെ പര്യാപ്തമല്ല എന്നും ഇനി ഇപ്പോഴുള്ള സ്രോതസ്സുകൾ ഇനി ദീർഘനാൾ അടച്ചിടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഈ ഫ്ളാറ്റുകളിൽ ആവശ്യമായി വരുമെന്നും ഇവിടുത്തെ താമസക്കാരൻ പറയുന്നുണ്ട്. ആവറേജ് കൺസംഷൻ 4.75 to 5 lakh liters per day ആണ്. നമുക്ക് KWA നിന്ന് വരുന്ന വെള്ളം ലെസ് ദാൻ 25,000 liters ആണ്. അതും എല്ലാ ദിവസവും കിട്ടത്തുമില്ല. നമുക്ക് നമ്മുടെ ബോർവെല്ലുണ്ട്, നമുക്ക് വാട്ടർ സെൽഫ് സഫീഷ്യന്റ് ആണ്, ക്വാളിറ്റി ഓഫ് വാട്ടർ ആണ് നമ്മുടെ ഇഷ്യൂ. നമുക്ക് ബോർവെല്ലുണ്ട്, ചില ബോറിൽ 2000 വരെയാണ് TDS, ദറ്റ് ഇസ് നോട്ട് ഡ്രിങ്കബിൾ. അപ്പം നമുക്ക് ആ വെള്ളത്തിന്റെ TDS കുറയ്ക്കാനാണ് നമ്മൾ ടാങ്കർ വെള്ളം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ബോറുണ്ട്, കിണറുണ്ട്, KWAയുടെ വെള്ളമുണ്ട്. ഇതിന്റെ എല്ലാം മിക്സ് ആണ് ഇതിന് മുന്നേ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലാസ്റ്റ് ഒരു 8 months ആയിട്ടാണ് നമ്മൾ ടാങ്കർ വാട്ടർ റിലൈ ചെയ്ത് തുടങ്ങിയത്. ബട്ട് ഈ ഒരു ഔട്ട് ബ്രേക്കിന്റെ എക്സാക്ട് റീസൺ ഏത് സോഴ്സ് ആണെന്നുള്ളത് നമ്മൾ എല്ലാ വെള്ളവും ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അസോസിയേഷന്റെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഇല്ലാത്തതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണമായി കണക്കാക്കുന്നത്. ഒരു മുന്നറിയിപ്പ് പോലും അസോസിയേഷൻ ഇവിടെ ഉള്ള താമസിക്കുന്നവർക്ക് നൽകിയിട്ടില്ല. ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു എന്നും നാട്ടുകാർ ഈ താമസിക്കുന്നവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ കളക്ടർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് DMAക്ക് കൈമാറാൻ സാധിക്കുകയുള്ളൂ. ഈ റിപ്പോർട്ട് വൈകുന്നിടത്തോളം കൂടിയും ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ താമസിക്കുന്നവരുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്. കൊട്ടാരക്കര മീൻപിടിപ്പാറ ടൂറിസം കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ പുലമൺ തോട്ടിലേക്ക് തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അധികൃതർക്ക് പരാതി നൽകി. മഴക്കാലമായതിനാൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുള്ളപ്പോഴാണ് ടൂറിസം കേന്ദ്രത്തിലെ ജീവനക്കാരൻ മാലിന്യങ്ങൾ തോട്ടിലൂടെ ഒഴുക്കിവിടുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് S വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കൊട്ടാരക്കര മീൻപിടിപ്പാറ ടൂറിസം കേന്ദ്രത്തിലെ ഒരു ജീവനക്കാരൻ ഇവിടുത്തെ മാലിന്യങ്ങളെല്ലാം തന്നെ പുലമൺ തോട്ടിലേക്ക് ഇടുന്ന ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു സംഭവത്തിൽ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകാനിരിക്കുകയാണ് BJP. ഇതെന്താണ് ശരിക്കും ഇങ്ങനെ ഒരു പരാതിയിലേക്ക് എത്തിയത്? ഇന്ന് BJP കൊട്ടാരക്കരയിൽ പത്രസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം സെന്റർ, ഒരുപാട് വലുതല്ലെങ്കിൽ പോലും കുട്ടികളടക്കം വളരെ വന്ന് ഉല്ലസിക്കുന്ന ഒരു കേന്ദ്രം മീൻപിടിപ്പാറ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നിരവധി ആൾക്കാർ, കുട്ടികളും വലിയ ആൾക്കാരും അടക്കം ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തെ മാലിന്യങ്ങൾ, ഇത് ഒരു ദിവസമല്ല പല ദിവസങ്ങളിലായി ഇവിടുത്തെ മാലിന്യങ്ങൾ നമുക്കറിയാം ഇവിടെ കൂടുതലും വെള്ളത്തിൽ കിടന്നുല്ലസിക്കാൻ വരുന്നവരാണ്, വെള്ളത്തിൽ കളിക്കാനുള്ള സംവിധാനമാണുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ, അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ആ കിടക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് ഈ മാലിന്യങ്ങൾ, ചാക്കുകണക്കിന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വാർത്തയാണെന്ന് പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് തികച്ചും ജനദ്രോഹ നടപടിയാണ്. നമ്മുടെ ഭാവി തലമുറയെ ദ്രോഹിക്കുന്ന, ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം നഗരസഭ അധികൃതർ ഒരു രീതിയിലുള്ള ശുചിത്വമോ മറ്റു കാര്യങ്ങളോ പാലിക്കുന്നില്ല. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൊട്ടാരക്കര നഗരസഭയിലില്ല. അപ്പോൾ നഗരസഭ അധികാരികളുടെയും നഗരസഭ ചെയർമാൻ്റെയും അനുവാദത്തോടു കൂടിയാണ് ഈ മാലിന്യങ്ങൾ ഈ ഉല്ലാസ കേന്ദ്രത്തിൽ തന്നെ നിക്ഷേപിക്കുന്നത്. അത് പുലമൺ തോട്ടിലാണ് ചെന്നിറങ്ങുന്നത്. പുലമൺ തോടിന്റെ ഉത്ഭവ കേന്ദ്രമാണ് ഈ പറയുന്ന മീൻപിടിപ്പാറ. ഇവിടെ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ് ഈ ഒരു തോട് ഒഴുകി പോകുന്നത്. ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നു അല്ലേ? എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മീൻപിടിപ്പാറയിൽ നിന്ന് ഒഴുകുന്ന ഈ തോട് നമ്മുടെ പുലമൺ തോടെന്ന് അറിയപ്പെടും. ഇത് ഒരു 2-3 പഞ്ചായത്തുകളിലെ കടന്ന് കല്ലടയാറ്റിൽ പതിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒഴുകുന്ന, പ്രത്യേകിച്ചും ഈ പുലമൺ തോട്ടിൽ മുൻപേ ഈ പറഞ്ഞിടത്തുള്ള ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ്. അത് ഈ പരിസര പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുക. അവരുടെ ആകെ ജലസ്രോതസ് കുടിവെള്ളം, കിണർവെള്ളമാണ്. ഈ കിണർവെള്ളത്തിൽ ഈ ബാക്ടീരിയയുടെ അംശം കൂടുന്നതനുസരിച്ച് വലിയ വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങളും മരണം വരെ സംഭവിക്കാം. കൂടാതെ സാംക്രമിക രോഗങ്ങൾ പകരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ കൊട്ടാരക്കര പ്രദേശം. ഡെങ്കിപ്പനി അങ്ങനെ തുടങ്ങിയ നിരവധി. അപ്പോൾ അതൊക്കെ ഈ ഒരു മഴക്കാലം ആവുന്നതോട് കൂടിയിട്ട് കൂടുതൽ വർദ്ധിക്കാനായി ഈ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ നിക്ഷേപിക്കുന്നത് മുഖേന അത് വളരെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജീവഹാനിയൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് അധികാരികൾ കൊട്ടാരക്കരയിൽ വലിയ ശുചിത്വ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടും കൊട്ടാരക്കരയിൽ വിവിധ സ്ഥലങ്ങൾ, ഈ നഗരങ്ങൾ ഉൾപ്പെടെയുള്ളിടത്തെല്ലാം ഈ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിട്ട് ജനങ്ങൾക്ക് വളരെ ദുസ്സഹനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ
ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യവും ഉയർന്നു വന്നിരിക്കുന്നു. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കാത്തതിനെ തുടർന്ന് ദുർഗന്ധത്തിൽ മുങ്ങി പാലക്കാട് നഗരം. മഴ ശക്തമാകുന്നതോടെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മലീമസമായ നഗരങ്ങളിൽ ഒന്നാണ് പാലക്കാട്. നഗര പ്രാന്തപ്രദേശങ്ങളിൽ അലക്ഷ്യമായി തള്ളിയ മാലിന്യങ്ങൾ പതിവ് കാഴ്ചയാണ്. നഗരസഭയുടെ മാലിന്യ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടെങ്കിലും കാര്യമായ പ്രയോജനമില്ല. ശുചീകരണ തൊഴിലാളികളുടെ പ്രശ്നമല്ല, നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ താളപ്പിഴയാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഡംപ് ചെയ്യണം ഇവര്. ഇത് കറക്റ്റായി അവർ സമയത്തിന് സംസ്കരിക്കുക ഒന്നും ചെയ്യണ്ട. മാത്രമല്ല ഇവർ വന്നിട്ട് നേരെ, ഇതിപ്പോൾ വെള്ളം പോണ ചാലാണിത്, അതിലേക്ക് നേരെ അങ്ങോട്ട് അവർ തള്ളിയിട്ടിട്ട് പിന്നെ അത് ചാലടയും. ഇവിടെ കുറച്ച് മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഭാഗം മുഴുവൻ അങ്ങനെ വെള്ളക്കെട്ടാണ്. നല്ല ഹൈറ്റിൽ വെള്ളം വന്ന് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണിത്. വേസ്റ്റ് അങ്ങനെ മുഴുവൻ മുനിസിപ്പാലിറ്റി ഒന്നും അധികം പെട്ടെന്നൊന്നും മാറ്റിപ്പോയില്ല. പഴയ മരത്തിന് പലഭാഗത്തും കിടക്കുന്നുണ്ട് വേസ്റ്റ്. ഓടകളിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധമയമാണ്. പട്ടിക്കര ബൈപ്പാസ്, സ്റ്റേഡിയം ജംഗ്ഷൻ പരിസരം, സുൽത്താൻപേട്ട് ജില്ലാ ആശുപത്രി പരിസരങ്ങളിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയില്ല. മഴ ശക്തമായാൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. ന്യൂസ് 18 പാലക്കാട്. വീണ്ടും ഇടവേള. തമിഴ്നാട്ടിലെ ആത്തൂരിൽ 100 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണ ദമ്പതികളെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ആത്തൂർ സ്വദേശികളായ വെങ്കടേഷും കവിതയുമാണ് ഇന്നലെ വൈകിട്ട് കൃഷിയിടത്തിന് സമീപത്തുകൂടി നടക്കുമ്പോൾ ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണത്. കിണറ്റിൽ 30 അടിയോളം വെള്ളമുണ്ടായിരുന്നു. നീന്തി കിണറിന്റെ ഓരത്ത് പിടിച്ചു നിന്ന ഇവരുടെ കരച്ചിൽ കേട്ട് നാട്ടുകാരാണ് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചത്. ഫയർ ഓഫീസർ അശോകനും സംഘവും കയറും വലയും ഉപയോഗിച്ച് അരമണിക്കൂർ കൊണ്ട് ഇവരെ കരക്കെത്തിച്ചു. ഇരുവരെയും ആത്തൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി ജില്ല വരെയും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. മറ്റന്നാൾ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മറ്റന്നാൾ ഓറഞ്ച് അലർട്ട്. അനധികൃത ഫ്ലക്സ് ബോർഡുകൾക്കെതിരെ കർശന നടപടിയെടുക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിഴ ശിക്ഷ. ഹൈക്കോടതിയാണ് 5000 രൂപ പിഴ ഈടാക്കാൻ നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ സർക്കാരിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. ഇടുക്കിയിലെ അനധികൃത ഭൂയിടപാടുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി രംഗത്ത്. വാഗമണിലെ കെട്ടിട നിർമ്മാണത്തിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിജീവന പോരാട്ടവേദി. ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും റവന്യൂ വിഭാഗം സ്വീകരിക്കുന്നില്ല. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യാതൊരു തടസ്സവുമില്ലെന്ന് പോരാട്ടവേദി ആരോപിക്കുന്നു. ചിന്നക്കനാലിലടക്കം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് NOC നിഷേധിക്കുമ്പോഴാണ് വാഗമണ്ണിൽ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത്. ഇത്തരം ഇടപാടുകൾക്കെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ മൗനാനുവാദം ഉണ്ടെന്നാണ് ആരോപണം. നിർമ്മാണ നിരോധനമടക്കം അതിസങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ പാട്ടഭൂമിയിൽ പോലും വൻകിട റിസോർട്ടുകൾക്ക് അനുമതി കൊടുക്കുന്ന നിലപാടെടുക്കുന്ന ജില്ലാ കളക്ടർ സാധാരണ പൗരന്റെ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട വീടുകൾ, ഏലപ്പട്ടയ ഭൂമിയിലെ വീടുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയുമല്ല, പീരുമേട് മേഖലയിൽ വ്യാപകമായി ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്ന ഒരു ഉന്നതതല റവന്യൂ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നും ഞങ്ങൾ കരുതുന്നു. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ കക്ഷി കൂടിയാണ് അതിജീവന പോരാട്ടവേദി. ജില്ലയിലെ അനധികൃത ഭൂഇടപാടുകളിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രധാന ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോരാട്ടവേദി കോടതിയെ സമീപിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി.
സംവിധായകൻ അനീഷ് കരുനാട് നായകനാകുന്ന ചുരുളുകൾ എന്ന ചിത്രത്തിന്റെ പൂജ തിരുവനന്തപുരത്ത് നടന്നു. സ്വിച്ച് ഓൺ മാധ്യമപ്രവർത്തകൻ അമരവിള സതീശൻ നിർവഹിച്ചു. ട്രാൻസ്ജെൻഡർ അമേയ പ്രസാദാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ശിവപ്രസാദ് ഹരിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനം നിർവഹിക്കുന്നത്. ക്യാമറ വെങ്കടേഷ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5515 രൂപയും പവന് 44,120 രൂപയും. വെള്ളി ഗ്രാമിന് 94 രൂപ, കിലോഗ്രാമിന് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.